ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കേണ്ടത് മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ മാതൃകയിലായിരിക്കില്ല ഇനി തുടർന്നുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാര്യമായിട്ടുള്ള ഒരു മാറ്റം വീഡിയോയുടെ ഓവറോൾ ഫോർമാറ്റിൽ വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിലുള്ള ഈ നറേഷൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ വോയിസ് ആണ്. വീഡിയോയുടെ ആദ്യഘട്ടം എന്നോണം നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾ പരീക്ഷ എഴുതുന്ന അതേ ലാംഗ്വേജിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടകം തന്നെ +1 റിസൾട്ട് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങളോട് ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് വാചാലനാവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് പൂർണ്ണമായും ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന പൊട്ടൻഷ്യൽ പ്രോബ്ലംസിനെ പറ്റിയും നമ്മൾ ഓർക്കണം. അതായത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആ കണ്ടന്റ് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അതുകൂടി പരിഗണിച്ചുകൊണ്ട് വീഡിയോയുടെ 2ാം ഘട്ടം എന്നോണം ഇംഗ്ലീഷിൽ നറേറ്റ് ചെയ്ത ആ കണ്ടന്റിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ ഒരു വിവരണം കൂടി നൽകുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയോ സംശയമോ ഉണ്ടെങ്കിൽ 2ാം ഘട്ടത്തിൽ അതെല്ലാം ദൂരീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ക്ലാസ് കാണുന്ന ഓരോ കുട്ടികളുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ വിധം ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വീഡിയോയിൽ വരുത്തിയിരിക്കുന്നത്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. സോ എല്ലാ കുട്ടികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. The menstrual cycle. As we already know, the females of placental mammals exhibit cyclical changes in the ovaries, accessory ducts and hormones during the reproductive phase. For non-primates like cow, cat and dog, this reproductive cycle is known as the estrous cycle. But for primates, this cycle is known as the menstrual cycle. Since humans belong to order primates, let's learn about the menstrual cycle. We shall begin with the simple definition of menstrual cycle. The menstrual cycle is the cyclic events starting from one menstruation till the next during the reproductive period. The typical duration of the menstrual cycle is about 28 or 29 days in human. Menstrual cycle is also seen in other primates like chimpanzees, gorillas, etc. During menstrual cycle, both ovaries and uterus undergo cyclical changes. So the changes that takes place in the ovaries are collectively called the ovarian cycle, and those changes that takes place within the uterus is collectively known as the uterine cycle. So, the menstrual cycle simply consists of ovarian cycle and uterine cycle. A typical menstrual cycle of about 28 days includes 4 different phases. The first phase that lasts about 1 to 5 days of menstrual cycle is known as menstrual phase. The second phase that extends from 5th to 13th day of menstrual cycle is known as follicular phase or proliferative phase. The third phase, where the exact ovulation takes place at the 14th day of menstrual cycle, is known as ovulatory phase. The final phase is known as the secretory phase or luteal phase that extends from the 15th day to the 28th day of the cycle. So let's jump into the details. As we already mentioned, the first phase of the menstrual cycle is known as the menstrual phase, which lasts for about the first 5 days of the cycle. This is the starting of menstrual cycle, and it begins with the menstrual flow or bleeding. The bleeding actually occurs as the result of the rupturing of uterine endometrial lining and blood vessels. The ruptured endometrial lining along with blood comes out through the vagina. The menstrual flow will take place periodically if the released ovum during the previous cycle is not fertilized. This means, during every month, the proliferation of endometrium takes place along with ovulation. This proliferation is necessary for receiving the ovum if it is fertilized. But in reality, not every ovum that is being released during every month undergo fertilization. So if the released ovum is not fertilized, all the preparations that are made in the endometrium become useless, and it eventually gets ruptured and comes out through the vagina. On the other hand, what will happen if the released ovum is fertilized? The answer is so simple. The endometrial lining will remain intact if the ovum is fertilized. So in simple words, there wouldn't be any further menstruation after fertilization. So the lack of menstruation indicates pregnancy. But it may also be caused due to stress and poor health. For a female individual, her first menstruation during puberty is known as menarche. The second phase is known as the follicular phase or proliferative phase that lasts from the 5th to the 13th day of the cycle.
It is the phase in which the actions of gonadotropins like FSH and LH from the pituitary occurs. As we already discussed in the previous lectures, the anterior lobe of pituitary releases two gonadotropins, namely FSH and LH, have a prominent effect on the menstrual cycle. Let's check what is the effects of FSH on the menstrual cycle. FSH triggers the development of primary follicles into Graafian follicles. So in simple words, it helps for the maturation of follicles. The Graafian follicle is the fully matured stage of follicle, and it secretes large quantities of estrogen. The estrogen executes the following functions. It triggers the proliferation of ruptured uterine endometrium and mucus lining of oviduct and vagina. It helps for the development of secondary sexual characters in females. It reduces the further release of FSH. And finally, it enhances the release of LH from the pituitary. The third phase is known as the ovulatory phase, which takes place during the 14th day of menstrual cycle. Prior to this stage, the FSH and LH attain their peak levels. The rapid secretion of LH during this phase is called the LH surge, triggers the rupturing of Graafian follicle, and thereby ovulation. As a result of ovulation, the secondary oocyte released from the Graafian follicles now enters into the oviduct and wait for the arrival of sperm for fertilization. The last phase of menstrual cycle is known as the Secretory phase or Luteal phase, that lasts from the 15th to the 28th day of the cycle. During this phase, the remnants of the Graafian follicle that formed after ovulation is transformed into an yellow endocrine mass called the corpus luteum. It secretes large amounts of progesterone. The progesterone then executes the following functions. The progesterone makes the endometrium maximum vascular, thick and soft. Through this, it makes the uterus suitable for implantation. It also inhibits the secretion of FSH to prevent development of a second ovarian follicle. Now let's see what will happen if the released ovum is not fertilized. If fertilization does not occur, the corpus luteum degenerates. This will in turn reduces the secretion of progesterone. As the levels of progesterone diminished in the body, the uterine endometrium is no longer able to maintain its vascular nature, so it eventually breaks off. It makes this sense that progesterone is very much essential for the maintenance of endometrium. If enough supply of progesterone is not available, the endometrium begins to rupture, and this marks the beginning of next cycle. If a woman becomes pregnant, all the events of the menstrual cycle stop and there is no menstruation. This makes the sense that cessation of menstruation indicates pregnancy. The menstrual cycle ceases around 50 years of age. It is called menopause. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിടികിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് പറയാം. നമ്മൾ ഹ്യൂമൻസിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, പേര് പോലെ തന്നെ ഇതൊരു സൈക്ലിക്കൽ ഇവൻ്റാണ്. അതായത് ഒരു സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് തുടങ്ങുന്നിടത്ത് തന്നെ നമ്മളത് പറഞ്ഞു തുടങ്ങുന്ന ആ സ്റ്റേജിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നർത്ഥം. അതായത് ഇവിടെ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെൻസ്ട്രുവേഷൻസിന് ഇടയിലുള്ള സൈക്ലിക്കൽ ഈവൻസിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാധാരണ 28 മുതൽ 29 ദിവസം വരെയാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ആവറേജ് ഡ്യൂറേഷൻ വരുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ സാധാരണ ഒരു ഫീമെയിൽ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഓവറിയിലും അതുപോലെ തന്നെ യൂട്രസിലും മാറ്റങ്ങൾ സംഭവിക്കും. ഓവറിയിൽ നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് ഒവേറിയൻ സൈക്കിൾ എന്നാണ്. അതേപോലെ യൂട്രസിൽ നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂട്രൈൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 28 ദിവസത്തെ ആവറേജ് ഡ്യൂറേഷനിലുള്ള ഈ മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ സൈക്കിളിന്റെ ആദ്യത്തെ ഫേസിനെ നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നു. സൈക്കിളിന്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫേസിൽ വരുന്നത്. അടുത്തത് 5ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന രണ്ടാമത്തെ ഫേസ് ആണ്. ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രൊളിഫറേറ്റീവ് ഫേസ്. 28 ദിവസമുള്ള ഈ സൈക്കിളിന്റെ പകുതിക്ക് വെച്ചിട്ടാണ്, അതായത് 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ എന്ന് വിളിക്കുന്ന ഈവന്റ് നടക്കുന്നത്. സോ ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഓവുലേറ്ററി ഫേസ്. 4ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഫേസ് ആണ് സെക്രറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസ് സൈക്കിളിന്റെ 15ാമത്തെ ദിവസം മുതൽ 28ാമത്തെ ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. ഇനി ഈ ഓരോ ഫേസിലും നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആദ്യത്തെ ഫേസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് മെൻസ്ട്രൽ ഫേസ് ആണല്ലോ. അപ്പോൾ സൈക്കിൾ തുടങ്ങാൻ പോവുകയാണ്.
ഈ ഫേസ് ആരംഭിക്കുന്നത് മെൻസ്ട്രൽ ഫ്ലോ അഥവാ ബ്ലീഡിങ്ങിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് നടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഓരോ തവണയും മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ ഓവുലേഷനിലൂടെ ഓവത്തിന്റെ റിലീസ് നടക്കുന്നുണ്ട്. ഈ റിലീസ് ചെയ്ത ഓവം ഫെർട്ടിലൈസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാസവും നമ്മുടെ യൂട്രൈൻ എൻഡോമെട്രിയൽ ലൈനിങ്ങും പ്രോളിഫറേറ്റ് ചെയ്യും. പക്ഷേ എല്ലാ മാസവും ഈ തരത്തിൽ റിലീസ് ചെയ്യുന്ന ഓവം ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത, ആണല്ലോ. സോ റിലീസ് ചെയ്യപ്പെട്ട ഓവം ഫെർട്ടിലൈസേഷന് വിധേയമാകാതെ ഡീജനറേറ്റ് ചെയ്തു പോയാൽ ഈ എൻഡോമെട്രിയത്തിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് കൊണ്ട് പിന്നെ പ്രയോജനമുണ്ടോ? ഇല്ല. സോ ഇങ്ങനെ വരുമ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ് റപ്ചർ ചെയ്യും. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ നേച്ചറിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് ഹൈലി വാസ്കുലർ ആണ്, അതിനകത്ത് ധാരാളം ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എൻഡോമെട്രിയം റപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്തുള്ള ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടുക എന്നുള്ളതാണ്. സോ ബ്ലഡ് എലോങ് വിത്ത് എൻഡോമെട്രിയൽ ലൈനിങ് ഇതിന്റെ ഡിസ്ചാർജ് ആണ് വെജൈനയിലൂടെ ബ്ലീഡിങ്ങിന്റെ രൂപത്തിൽ പുറത്തു വരുന്നത്. ഓക്കെ, ഇനി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിബേർട്ടിയിൽ നടക്കുന്ന ആദ്യമായിട്ട് നടക്കുന്ന മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരാണ് മെനാർക്ക്. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ മെനാർക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റിലീസ് ചെയ്യപ്പെട്ട ഓവം ഫെർട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് മെൻസ്ട്രേഷൻ നടക്കുന്നത്, ആണല്ലോ. ഇനി ഫെർട്ടിലൈസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ചെയ്താൽ എന്ത് നടക്കില്ല? ചെയ്താൽ മെൻസ്ട്രേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്സ് പ്രഗ്നൻസി. ഇത്രയുമാണ് ഒന്നാമത്തെ ഫേസിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഫേസായ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫേസിലാണ് പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻസിന്റെ റോൾ വരുന്നത്. നമുക്കറിയാം പിറ്റ്യൂട്ടറി 2 ടൈപ്പ് ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, രണ്ടാമത്തേത് LH അഥവാ ലൂട്ടിനൈസിംഗ് ഹോർമോൺ. അതിൽ ഈ ഫേസിൽ നമ്മൾ എടുത്തു പറയേണ്ടത് FSHന്റെ റോളിനെ കുറിച്ചാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. FSHന്റെ ഫംഗ്ഷൻ വളരെ സിമ്പിൾ ആണ്. അതിന്റെ പേര് പോലെ തന്നെ ഓവറിക്കുള്ളിൽ ഫോളിക്കിൾസിന്റെ മെച്ചുറേഷനെ ട്രിഗർ ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഹോർമോൺ ആണ് FSH എന്ന് പറയുന്നത്. ഈ രീതിക്ക് FSHന്റെ ആക്ടിവിറ്റി വഴി ഗ്രാഫിയൻ ഫോളിക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് ഈസ്ട്രജൻ എന്ന് വിളിക്കുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഈസ്ട്രജൻ എന്ന് വിളിക്കുന്ന ഒവേറിയൻ ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ നല്ലപോലെ അറിവുണ്ടായിരിക്കണം. അത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നത്, ആണല്ലോ. ഇനി ഇത്തരത്തിൽ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഈസ്ട്രജൻ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തെല്ലാമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മസ്റ്റാണ്. അതിൽ ഈസ്ട്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് നമ്മൾ പറയേണ്ടത് പ്രോലിഫറേഷൻ ഓഫ് റപ്ചേർഡ് എൻഡോമെട്രിയം ആണ്. അതായത് ഇതിന് തൊട്ട് മുമ്പ് മെൻസ്ട്രൽ ഫേസ് നടക്കുന്ന സമയത്ത് എൻഡോമെട്രിയം റപ്ചർ ചെയ്ത് ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്, ആണല്ലോ. ഇനി ഉടൻ തന്നെ ഓവുലേഷൻ നടക്കാൻ പോവാണ് അടുത്ത ഫേസിൽ. സോ അതിന് മുന്നേ എൻഡോമെട്രിയത്തിന്റെ പ്രോലിഫറേഷൻ നടക്കണം. അതിന് തുടക്കമിടുന്നത് ഈസ്ട്രജൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇതാണ് ആദ്യത്തെ ഫംഗ്ഷൻ ഈസ്ട്രോജൻ ചെയ്യുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഈസ്ട്രോജന്റെ ഫംഗ്ഷനാണ് പിറ്റ്യൂട്ടറിയിൽ ചെന്ന് ആക്ട് ചെയ്തുകൊണ്ട് FSHന്റെ ഫർദർ റിലീസിനെ സപ്രസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ലോജിക്ക് നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഇതൊരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ പോലെയാണ്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഗ്രാഫിയൻ ഫോളിക്കിളും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, FSH എന്തിനാണോ റിലീസ് ചെയ്തത് ആ ജോലി കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? FSH വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ ഫോം ചെയ്യാനാണ്, ആണല്ലോ. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ ഫോം ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ എന്ത് റിലീസ് ചെയ്തത്? ഈസ്ട്രജൻ റിലീസ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഈ സൈക്കിളിൽ FSH ചെയ്യേണ്ട ജോലി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇനി കൂടുതൽ സെക്രീറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ രീതിക്ക് ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ പോലെ ഈസ്ട്രജൻ പിറ്റ്യൂട്ടറിയോട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശമൊക്കെ കൃത്യമായല്ലോ. ശരി, ഇതിനോടൊപ്പം ഈസ്ട്രജൻ ചെയ്യുന്ന അടുത്ത ഫംഗ്ഷനാണ് LHന്റെ സെക്രീഷനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. നോക്ക്, FSHും LHും എന്ന് പറയുന്നത് രണ്ടും ഗൊണാഡോട്രോപ്പിൻസ് ആണ്. അതിനകത്ത് FSHന്റെ ഫർദർ റിലീസിനെ സപ്രസ് ചെയ്യുന്നതിനോടൊപ്പം LHന്റെ ഫർദർ സെക്രീഷനെ എൻഹാൻസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് ആര്? ഈസ്ട്രോജൻ. അപ്പോൾ ആ രണ്ട് ഫംഗ്ഷൻസും ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ അഥവാ LHനെയാണ് ഈ രീതിക്ക് ഹൈപ്പർ സെക്രീറ്റ് ചെയ്യാനായിട്ട് ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ LHന്റെ ഹൈപ്പർ സെക്രീഷൻ നടക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് തൊട്ടടുത്ത ഫേസിൽ നമ്മൾ പറയുന്നുണ്ട്. സോ മൂന്നാമത്തെ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്.
ഇത് സൈക്കിളിന്റെ 14ാമത്തെ ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ 14ാമത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും 28ന്റെ പകുതി. സോ സൈക്കിളിന്റെ ഹാഫ് ആണ്. ഈ സമയം ബോഡിയിൽ നമ്മൾ LHന്റെയും FSHന്റെയും ലെവൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ ഈസ്ട്രോജൻ പോയി FSHന്റെ ഫർദർ സെക്രീഷനെ സപ്രസ് ചെയ്തെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ അതുവരെ സെക്രീറ്റ് ചെയ്ത FSH നമ്മുടെ ബോഡിയിലുണ്ടല്ലോ, ഉണ്ട്. അതിനോടൊപ്പം തൊട്ട് മുമ്പ് ഈസ്ട്രോജന്റെ LHന്റെ ഹൈപ്പർ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ആ LHന്റെ ലെവലും നമ്മുടെ ബോഡിയിൽ മാക്സിമത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോഴീ പഠിക്കുന്ന ഓവുലേറ്ററി ഫേസിൽ LHനാണ് പ്രാധാന്യം വരുന്നത്. നോക്ക്, ഈ സമയം നടക്കുന്ന LHന്റെ ഈ റാപ്പിഡ് സെക്രീഷനെ വിളിക്കുന്ന പേരാണ് LH സർജ്. ആ ടേം നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം. ഓവുലേഷന് തൊട്ട് മുമ്പ് നമ്മുടെ ബോഡിയിൽ LHന്റെ ഒരു പീക്ക് അല്ലെങ്കിൽ LHന്റെ ഒരു ഹൈപ്പർ സെക്രീഷൻ നടക്കും. ഈ ഹൈപ്പർ സെക്രീഷൻ ഓഫ് LHനെ വിളിക്കുന്ന പേരാണ് LH സർജ് എന്ന് പറയുന്നത്. ഈ LH സർജിന്റെ ഫലമായിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ഓവം റിലീസ് ചെയ്യുന്നു. സോ സിംപ്ലി ഓവുലേഷൻ നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ ഓവുലേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന്? ഓവുലേഷൻ നടക്കണമെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ റപ്ചറിങ് നടക്കണം. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺസിന്റെ ലെവല് അവിടെ ഹൈ ആയിരിക്കണം. അപ്പൊ എങ്ങനെ ഹൈ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അവസാനത്തെ ഫേസ് ആണ് സെക്രീറ്ററി ഫേസ് അഥവാ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓവുലേഷൻ നടന്ന സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം റിലീസായി എന്ന് നമ്മൾ പഠിച്ചു ആണല്ലോ. റപ്ചർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ അവശിഷ്ടം ഒരു യെല്ലോ എൻഡോക്രൈൻ മാസ് ആയിട്ട് മാറും. നല്ലപോലെ മനസ്സിലാക്കുക, ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് ആ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ റെമിനൻസ് ഒരു യെല്ലോ കളേർഡ് എൻഡോക്രൈൻ മാസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഈ യെല്ലോ എൻഡോക്രൈൻ മാസിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുമ്പോൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ എന്തായിട്ട് മാറുന്നു? ഒരു യെല്ലോ കളറായിട്ടുള്ള എൻഡോക്രൈൻ മാസ്. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ സെക്രട്ടറി ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിന്റെ അർത്ഥം ആണ്. അപ്പോൾ ഈ രീതിക്ക് ഫോം ചെയ്യുന്ന യെല്ലോ എൻഡോക്രൈൻ മാസിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്നത്. ആ കോർപ്പസ് ലൂട്ടിയം എൻഡോക്രൈൻ ആയതുകൊണ്ട് തന്നെ അതിന് സെക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ അത് സെക്രീറ്റ് ചെയ്യുന്നത്? ഈ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷനെയാണ് നമ്മൾ പ്രൊജസ്റ്റിറോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഒവേറിയൻ ഹോർമോൺസിന്റെ സോഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈസ്ട്രോജൻ വരുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നാണ്, പ്രൊജസ്റ്റിറോൺ വരുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ്. എപ്പോഴൊക്കെയാണ് ഇതിന്റെ റിലീസ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഈ പ്രൊജസ്റ്റിറോണിന്റെ ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, ഒന്നാമതായി പ്രൊജസ്റ്റിറോൺ ചെയ്യുന്നത് എൻഡോമെട്രിയത്തിനെ പരമാവധി വാസ്കുലറൈസും അതുപോലെ തന്നെ തിക്കും സോഫ്റ്റും ആക്കി മാറ്റും. ഇത്തരത്തിൽ യൂട്രസ് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഫുള്ളി മെച്ചുറായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ യൂട്രൈൻ എൻഡോമെട്രിയത്തിനെ വാസ്കുലാർ ആക്കി ആ രീതിക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പ്രൊജസ്റ്റിറോൺ ചെയ്യുന്ന ഒന്നാമത്തെ ഫംഗ്ഷൻ. അടുത്തതായി പ്രൊജസ്റ്റിറോൺ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് FSHന്റെ ഫർദർ സെക്രീഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ലോജിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിലവിൽ ഒരു ഓവം ഓവുലേഷൻ വഴി എന്ത് ചെയ്തിട്ടുണ്ട്? റിലീസ് ചെയ്ത് കാത്തിരിക്കുകയാണ് ആണല്ലോ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഇനി അടുത്ത ഫോളിക്കിൾ ഡെവലപ്മെന്റ് നടക്കാനായിട്ട് പാടില്ല. സോ അടിസ്ഥാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻഡോമെട്രിയത്തിനെ ഈ വിധം മെയിൻറ്റെയിൻ ചെയ്യുന്നതും FSHന്റെ സെക്രീഷനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഫോളിക്കുലാർ ഡെവലപ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നതും രണ്ടും പ്രൊജസ്റ്റിറോൺ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു സൈക്കിളാണ് പഠിക്കുന്നത്. സോ ആദ്യത്തെ മെൻസ്ട്രൽ ഫേസിലേക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞെത്തിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന ഈ ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെ വരുമ്പോ ആ ഓവവും അതിനോടൊപ്പം കോർപ്പസ് ലൂട്ടിയവും രണ്ടും ഡീജനറേറ്റ് ചെയ്തു പോകും, നശിച്ചു പോകുമെന്നർത്ഥം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജസ്റ്റിറോണിന്റെ സോഴ്സ് ആണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഇല്ലാണ്ടായി പോകുന്നത് ആണല്ലോ. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നതോടുകൂടി പ്രൊജസ്റ്റിറോണിന്റെ ലെവൽ കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പിന്നീട് ആളില്ലാതെ വരും. ശരിയല്ലേ? അപ്പോൾ അതേ തുടർന്ന് എൻഡോമെട്രിയം റപ്ചർ ചെയ്യും. സോ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് അടുത്ത സൈക്കിളിലേക്ക് എത്തുന്നതെന്ന്? അതായത് ആ എൻഡോമെട്രിയത്തിനെ പരമാവധി വാസ്കുലാറാക്കി ആ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. ആ പ്രൊജസ്റ്റിറോണിന്റെ സോഴ്സ് തന്നെ ഇല്ലാണ്ടാവുന്ന സമയത്ത് പ്രൊജസ്റ്റിറോണിന്റെ സെക്രീഷൻ കുറയും. അങ്ങനെ വരാൻ നേരത്ത് ആ യൂട്രൈൻ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ പ്രൊജസ്റ്റിറോൺ ഇല്ല. പിന്നീട് അങ്ങനെ വരുമ്പോൾ യൂട്രൈൻ എൻഡോമെട്രിയം ഇവൻച്വലി റപ്ചർ ചെയ്ത് അത് അടുത്ത സൈക്കിളിന്റെ മെൻസ്ട്രൽ ഫേസിലേക്ക് നീളും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ രീതിക്കാണ് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. പിടികിട്ടുന്നുണ്ടല്ലോ.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയത് റിലീസ് ചെയ്യപ്പെട്ട ഓവം ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്നാണ് ആണല്ലോ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റിലീസ് ചെയ്യപ്പെട്ട ഓവം ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോർപ്പസ് ലൂട്ടിയം പേഴ്സിസ്റ്റ് ചെയ്യും എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പസ് ലൂട്ടിയം പേഴ്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജസ്റ്റിറോണിന്റെ സോഴ്സ് അവിടെ തന്നെ ഉണ്ട് എന്നല്ലേ അർത്ഥം. അങ്ങനെ വരാൻ നേരത്ത് പ്രൊജസ്റ്റിറോണിന്റെ ലെവലിന് യാതൊരു കുറവും ബോഡിയിൽ ഉണ്ടാവുന്നില്ല. എന്ന് വെച്ചാൽ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ ആളുണ്ടെന്ന് അർത്ഥം ആണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഇൻഡിക്കേറ്റ്സ് പ്രഗ്നൻസി. ഇങ്ങനെ പറയുന്നതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങണമെങ്കിൽ അവിടെ ബ്ലീഡിംഗ് ഉണ്ടാവണം ആണല്ലോ. ബ്ലീഡിംഗ് ഉണ്ടാവണമെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് ബ്രേക്ക് ചെയ്യണം, റപ്ചർ ചെയ്യണം. പ്രൊജസ്റ്റിറോൺ ഇല്ലാതെ വരുമ്പോഴാണ് ഈ എൻഡോമെട്രിയൽ ലൈനിങ് ബ്രേക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. പ്രൊജസ്റ്റിറോൺ അവിടെ ഉണ്ടെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഇൻഡിക്കേറ്റ്സ് പ്രഗ്നൻസി. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, സ്ത്രീകൾ അവരുടെ 50 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് അവരിൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് മെൻസ്ട്രേഷൻ നടക്കില്ല. ഈ രീതിക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഈ വിധം സ്റ്റോപ്പ് ചെയ്യുന്നതിനെ നമ്മൾ മെനോപോസ് എന്ന് വിളിക്കും. അപ്പോൾ മെനോപോസ്, മെനാർക്ക് 2 ടേംസും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരു ഫീമെയിൽ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് പ്യൂബർട്ടിയിൽ നടക്കുന്ന ആദ്യത്തെ മെൻസ്ട്രേഷനെയാണ് മെനാർക്ക് എന്ന് വിളിക്കുന്നത്. അതേസമയം ഒരു ഫീമെയിൽ ഇൻഡിവിജ്വൽ അറൌണ്ട് ദ ഏജ് ഓഫ് 50 ആ സമയത്ത് മെൻസ്ട്രേഷൻ പെർമനന്റ്ലി സ്റ്റോപ്പ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് മെനോപോസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെൻസ്ട്രൽ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാനുള്ളത്.